ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് എങ്ങനെ പാറ്റേൺ വരയ്ക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു A4 ഷീറ്റിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് എന്ത് പാറ്റേൺ ആണോ നമുക്ക് വേണ്ടത് അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലവറൊക്കെ കറക്റ്റ് ഫ്ലവർ പോലെ തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് റൗണ്ടായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ റൗണ്ടിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്തെടുത്താലും മതി. ലീഫായാലും കറക്റ്റ് ലീഫിൻ്റെ ഡിസൈൻ വരയ്ക്കണമെന്നില്ല, നമുക്ക് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാറ്റേൺ വരച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ഫാബ്രിക്കിലോട്ട് വരച്ചെടുക്കാനായിട്ട്. വരയ്ക്കാൻ അറിയാത്തവർക്ക് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് വൈറ്റ് കാർബൺ പേപ്പറാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് പാറ്റേൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചെടുക്കണം. ലൈറ്റ് കളേഴ്സിൽ മാർക്ക് ചെയ്യാനായിട്ട് യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യാറ്. ഡാർക്ക് കളർ ഫാബ്രിക്കിൽ വൈറ്റ് കളറും യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ഫാബ്രിക്കിലോട്ട് വൈറ്റ് കാർബൺ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാർക്ക് ചെയ്തേക്കുന്നത് വലുതായിട്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പാറ്റേൺ വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൽ വർക്ക് ചെയ്തതിന് ശേഷം ലുക്ക് കാണാം. ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിലുണ്ട്.